തീർച്ചയായും സാർ, അതിലേക്ക് വിശദമായി തന്നെ വരാം. ദയവായി സാർ. ഡോക്ടർ സജിമോൻ ആന്റണി, താങ്കൾക്ക് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇവിടെ 3 അതിഥികളും എന്താണ് വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, ആർക്കൊക്കെ അനുകൂലമാകും പ്രതികൂലമാകുമെന്നതിന്റെ ആദ്യ വിലയിരുത്തലാണ് നടത്തിയത്. താങ്കൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല മാറ്റത്തിനുള്ള തുടക്കമാണോ ട്രംപിന്റെ ഈ നയം മാറ്റങ്ങൾ, അതോ അതിലെന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? എന്താണ് അമേരിക്കയിലുള്ളവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രതീക്ഷ, എന്താണ് ആശങ്ക, എന്താണ്? പറഞ്ഞ ലാസ്റ്റ് 2-3 സെന്റൻസുകൾ മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിച്ചുള്ളൂ. അപ്പം ഇവിടെ നിന്നുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്, ഇന്നലെ ഞാൻ ചാനൽ ചർച്ചയിൽ കയറിയപ്പം ഒരു റെഡ് ടൈ ആയിരുന്നു. അപ്പൊ ഇന്ന് ഞാനത് പർപ്പിളിലേക്ക് മാറ്റി. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഡൊണാൾഡ് ട്രംപ് റെഡ് ടൈ ഇടും എന്നായിരുന്നു. സാധാരണ അദ്ദേഹത്തിന്റെ ടൈയുടെ കളർ എപ്പോഴും റെഡ് ആണ് ഇങ്ങനെയുള്ള ഒക്കേഷനിൽ വരുമ്പോൾ. അപ്പം പർപ്പിൾ എന്തുകൊണ്ട് ഇട്ടു എന്നതിനെ പറ്റി ഇവിടെ ഒരു ചർച്ചയുണ്ടായി. അപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബ്ലൂവും റെഡും കൂടെ ചേർന്ന കോമ്പിനേഷൻ ആണ് പർപ്പിൾ എന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഇനോഗ്രേഷൻ സ്പീച്ചിൽ വളരെ വിവിഡായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന തരത്തിലുള്ള, ഇവിടെ ഡെമോക്രാറ്റ് റിപ്പബ്ലിക് വ്യത്യാസമില്ലാണ്ട് കൺട്രിയെ യൂണിഫൈ ചെയ്യുന്ന ഒരു മെസ്സേജ് ആയിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത് തുടക്കത്തിൽ. എന്നാൽ ഡൗൺ ദ ലൈനിന് അദ്ദേഹത്തിന്റെ പോളിസിയുടെ കാര്യങ്ങളിൽ ഒരു റീഎംഫസിസ് ഉണ്ടാകുകയുണ്ടായി. എന്നാൽ അത് കഴിഞ്ഞുള്ള മറ്റു ചില അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിനെ ഇത് അഡ്രസ് ചെയ്തു. പിന്നെയുള്ള പ്രൈവറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായത്, ആ പർപ്പിൾ ടൈയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ഞാനൊരു സമാധാന പ്രിയനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ അജണ്ടയായിട്ട് അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിനിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആ ഒരു സബ്ജക്റ്റിൽ എംഫസൈസ് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റു പല പ്രഖ്യാപനങ്ങളും മറ്റു പല സ്റ്റേറ്റ്മെന്റുകളും വിലയിരുത്തപ്പെട്ടത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇവിടെ നോക്കി കാണുമ്പോൾ മാഗ എന്നാണ് പറയുന്നത്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അല്ലാണ്ട് MWGA എന്നല്ല പറഞ്ഞത്. കാരണം മേക്ക് ദ വേൾഡ് ഗ്രേറ്റ് അഗെയിൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിൽക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ലാസ്റ്റ് സഹപാനലിസ്റ്റ് പറഞ്ഞ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ട്രംപ് ഒരു പ്യുവർ ഒരു ബിസിനസ്സുകാരനാണ്, പ്യൂർ ബിസിനസ്സുകാരനാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷം, അതായത് 2016 തൊട്ട് 20 വരെയുള്ള പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ഒരു കണ്ണിങ് പൊളിറ്റീഷ്യനും കൂടി ആയി എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം അദ്ദേഹം ഒരു പർപ്പിൾ ടൈ ഇട്ട് എല്ലാവരോടും പറയും നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന അതേ ശബ്ദത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയും കൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അമേരിക്കൻ ഇലക്ഷൻ നടക്കുമ്പം അമേരിക്കയിലെ പ്രസിഡന്റ് പറയുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അവിടെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നു. അപ്പം അതത് രാജ്യത്തെ നേതാക്കന്മാർ അതത് രാജ്യത്തെ ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അതത് രാജ്യത്തിന് വേണ്ടി വാദിക്കുകയും അവരുടെ പോളിസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് ഒരിക്കലും തെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു ഏത് പോളിസികൾ ഏത് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് ലീഡേഴ്സ് ഏത് സമയത്ത് ഉണ്ടാക്കിയാലും കാലാകാലത്തിന് അനുസരിച്ചിട്ട് അതിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു അമെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഏത് സ്ട്രാറ്റജി ആണെങ്കിലും അതിനൊരു എൻട്രി പോയിന്റും ഒരു എക്സിറ്റ് പോയിന്റും ഉണ്ട്. അത് നാഫ്റ്റ എടുത്താലും നാറ്റോ എടുത്താലും നമ്മുടെ വേൾഡ് ട്രേഡ് ഹെൽത്ത് WTO എടുത്താലും WHO എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ചില സമയത്ത് കാലത്തിനനുസരിച്ചിട്ട് ആ പോളിസികൾക്ക് അമെൻഡ്മെന്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ അത് ആരാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്, ആരാണ് ആ പോളിസി ഡ്രാഫ്റ്റ് ചെയ്തത്, അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾക്ക് ഇതുവരെ കിട്ടിയ ഒരു മൈലേജ് കിട്ടുന്നില്ല, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് അത് വರ್ತല്ല എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ഈ ഒരു ഇന്റേണൽ തിങ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സെയിം ഒരു സ്പിരിറ്റ് അമേരിക്കയിൽ മാത്രമല്ല, ഇപ്പം നമുക്ക് ബ്രസീൽ കാണാൻ പറ്റും, ഇറ്റലിയിൽ കാണാൻ പറ്റും, അതോടൊപ്പം ഫ്രാൻസിൽ കാണാൻ പറ്റും, ഇന്ത്യയിൽ കാണാൻ പറ്റും, എല്ലാ രാജ്യത്തും കാണാൻ പറ്റും. ഇതൊരു സൈക്കിളിന്റെ പാർട്ടായിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് വിലയിരുത്താൻ പറ്റുന്നത്. കാരണം ഇങ്ങനെയൊരു മൈൻഡ് സെറ്റ്, ഇങ്ങനെയൊരു പോളിസി റീഷേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത് ഒരു 10-15 വർഷം ഇത് പോകും. അതിനുശേഷം മാത്രമേ ആൾക്കാർ റിയലൈസ് ചെയ്തുള്ളൂ മേ ബി ഇതിനകത്തൊരു ഫർദർ അമെന്റ്മെന്റിന്റെ ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ പനാമ കടലിന്റെ കാര്യം ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡിന്റെ കാര്യമൊക്കെ പറയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊരു സ്ട്രാറ്റജിക്കൽ മൂവ് ആണ്. കാരണം അമേരിക്ക ആണ് പനാമ കനാലിൽ ഉണ്ടാക്കിയത്. വി സ്പെൻഡ് ഓൾമോസ്റ്റ് ബില്യൺസ് ഓഫ് ഡോളർ ദെയർ. ഒന്ന്. രണ്ടാമത്തേത്, ഇന്നലെ ഒരു ന്യൂസിനകത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് 48,000 അമേരിക്കൻ ലൈഫ്
ലൈഫ് പനാമ കനാലിന് വേണ്ടിയിട്ട് അമേരിക്കക്കാരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഇഫേർട്സും അത്രയും ഹ്യൂമൻ റിസോഴ്സും സ്പെൻഡ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം 1914 തൊട്ട് ഇപ്പോൾ വരെ നോക്കി കഴിയുമ്പോഴത്തേക്കും മുമ്പുണ്ടായിരുന്ന ലിവറേജ് അമേരിക്കയ്ക്ക് എവിടെയോ നഷ്ടപ്പെട്ടു. ചൈനയുടെ ഇൻഫ്ലുവൻസ് ആ ഏരിയയിൽ കൂടുന്നു. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു അഗ്രസീവ് പോസ്റ്റർ, ഇങ്ങനെയൊരു അഗ്രസീവ് പോളിസി ചേഞ്ച് ചെയ്താൽ മാത്രമേ അതിനെ അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ദൃഢമായ വിശ്വാസം ട്രംപ് അഡ്മിനിസ്ട്രേഷനുണ്ട്. അതിന്റെ പാർട്ടായിട്ടാണ് എന്നാണ് എനിക്ക് ഇവിടുന്ന് വിലയിരുത്താൻ പറ്റുന്നത്. സെയിം സ്ട്രാറ്റജിയാണ് ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലും. ഗ്രീൻലാൻഡിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 100,000 ആൾക്കാർ ഇന്ന് ക്രിക്കറ്റ് വാച്ച് ചെയ്യും, റൈറ്റ്? എന്നാൽ എനിക്കറിയാൻ കഴിയുന്നത് ഏകദേശം അതിലും താഴെ ജനങ്ങൾ മാത്രമേ ഗ്രീൻലാൻഡിലുള്ളൂ. എന്നാൽ ഏറ്റവും റഷ്യയുമായിട്ട് ഒരു ക്രോസ് ബോർഡർ വരുവാണെങ്കിൽ അമേരിക്ക ഒരു ത്രെട്ട് തന്നെ കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിലും കൈയെടുക്കണം, മീൻസ് സ്ട്രാറ്റജിക് ആയിട്ടൊരു മൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ട്രംപ് പറയുന്നതിൽ നമുക്ക് തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. ഏതായാലും അമേരിക്ക അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് റഷ്യ യുക്രൈനെ പിടിച്ചെടുത്ത പോലെയൊക്കെ അങ്ങനെ ഒരു ആക്ഷനിലേക്ക് പോകുമെന്ന് ഇവിടുന്ന് വിലയിരുത്തപ്പെടുത്തുന്നില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്റേണൽ കാര്യങ്ങളാണ്. അതായത് ഇപ്പോഴത്തെ ബോർഡർ പോളിസി, ഇപ്പം ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്, അല്ലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്, നമുക്ക് അവിടെ എല്ലാവരും വന്നോട്ടെ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഓരോ രാജ്യത്തിനും ഓരോ പൗരനും അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കടമയുണ്ട്, ഏത് ലീഡേഴ്സിനും ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. തീർച്ചയായും സർ കഴിഞ്ഞ തീർച്ചയായും സർ